സോഷ്യോളജിയുടെ ഫസ്റ്റ് സെമ്മിലെ കോർ പേപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയുടെ നാലാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് കോൺസെപ്റ്റുകളാണ്, സോഷ്യൽ കൺഫോമിറ്റി ആൻഡ് ഡീവിയൻസ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ കൺഫോമിറ്റി ആണ്. എന്താണ് സോഷ്യൽ കൺഫോമിറ്റി? സോഷ്യൽ കൺഫോമിറ്റി എന്ന് പറയുന്നത് അനുരൂപത എന്നുള്ള രീതി എന്നാണ് മലയാളത്തിൽ അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ അനുരൂപത എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് വ്യക്തിപരമായി ഒരു ഗ്രൂപ്പിന്റെയോ ഒരു ഗ്രൂപ്പിന്റെയോ അല്ലെങ്കിൽ സമൂഹത്തിന്റെയോ കാഴ്ചപ്പാടുകളോട് യോജിപ്പില്ലെങ്കിൽ പോലും ആ ഗ്രൂപ്പിന്റെയോ അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെയോ ഭാഗമാവേണ്ടതുണ്ട്. അപ്പൊ അതിനാൽ ആ വ്യക്തി എന്ത് ചെയ്യുന്നു? വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ മാറ്റി വെച്ചുകൊണ്ട് സമൂഹത്തിന്റെ അല്ലെങ്കിൽ സംഘത്തിന്റെ പൊതു താല്പര്യത്തെ അംഗീകരിക്കുന്ന രീതിയെയാണ് കൺഫോമിറ്റി എന്ന് പറയുന്നത്. അതായത് വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിപരമായിട്ടുള്ള വിയോജിപ്പിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ സംഘത്തിന്റെ അംഗീകാരം നേടുന്നതിന് വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ടുള്ള ഈ വിയോജിപ്പിനെ മാറ്റിക്കൊണ്ട് ആ വ്യക്തി ആ സമൂഹത്തിന്റെ ഭാഗമാകുന്നതിനെയാണ് കൺഫോമിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ കൺഫോമിറ്റിക്ക് പ്രധാനമായിട്ടും മൂന്ന് പ്രക്രിയ അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള കൺഫോമിറ്റീസ് നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കൺഫോമിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ദീർഘകാലത്തേക്കും ഹ്രസ്വകാലത്തേക്കും ഉണ്ടാകും. ഉദാഹരണത്തിന് നമ്മൾ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതുണ്ട് അല്ലെ. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള കൺഫോമിറ്റിയാണ്. കാരണം നമ്മൾ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളോടൊപ്പം നമ്മൾ കോ ട്രാവലറായിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ നമ്മൾ സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ കൂടെ നിൽക്കുന്ന ഒരാൾ നിന്നാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താണ് അവരോട് ഇരിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ അവർക്ക് നൽകുന്നുണ്ട്. അപ്പൊ അതൊരു ഹ്രസ്വകാലത്തേക്കുള്ള ഒരു കൺഫോമിറ്റി അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താറുണ്ട്. അതെല്ലാം എന്താണ് കൺഫോമിറ്റിയാണ്. അതായത് നമുക്ക് നമ്മളിപ്പോ നമ്മൾക്ക് അതിന് കൊടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും നമ്മൾ റിസർവ് ചെയ്തിട്ടുള്ള ഒരു റിസർവ് ചെയ്തിട്ടുള്ള ഒരു സീറ്റിലിരുന്ന് യാത്ര ചെയ്യുവാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ചില സന്ദർഭങ്ങൾ ചെയ്യും റിസർവ് ചെയ്യാത്ത ഒരാൾക്ക് യാത്ര ചെയ്യുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ താൽക്കാലികമായിട്ട് അവർ ഇരിക്കാനുള്ള ഒരു അനുവാദം നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അതെന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി നമുക്ക് അത് കൊടുക്കേണ്ട ആവശ്യകതയില്ല. പക്ഷെ നമ്മൾ എന്താണ് ഒരു വ്യക്തിയോടുള്ള നമുക്കൊരു അനുഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ അംഗീകരിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ നമ്മൾക്ക് വ്യക്തിപരമായിട്ട് നമുക്കൊന്നിനോട് യോജിപ്പില്ലെങ്കിൽ പോലും ഒരു സാമൂഹ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നോട്ട് പോകുന്നതിന് ഈ അനുനയനം ആവശ്യമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടതുള്ളത് കൊണ്ട് അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഭാഗമാകേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വിയോജിപ്പിനെ മാറ്റി നിർത്തിക്കൊണ്ട് സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള താല്പര്യം എന്താണോ അതിലേക്ക് നമ്മൾ അംഗീകരിക്കുക അല്ലെങ്കിൽ അതിനോട് ഒത്തുചേരുന്ന പ്രോസസ്സാണ് കൺഫോമിറ്റി എന്ന് പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ബേസിക്കലി നമുക്ക് അതിനോട് നമ്മൾ നേരിടുന്ന ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമുക്ക് അതിനോട് ബേസിക്കലി നമുക്ക് ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്ത് ചെയ്യും? നമ്മൾക്ക് ഒരു യാത്ര മുന്നോട്ട് പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ട്രാവലിംഗിലാണെങ്കിൽ പോലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെ നമുക്ക് ബേസിക്കലി നമുക്ക് ഒരാളെ കൂടെ എത്തണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടാവില്ല ചില സന്ദർഭങ്ങളിൽ. അപ്പൊ പക്ഷെ കൂടെയുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഒരു ബസ്സിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ബസ്സിലൊരു കണ്ടക്ടർ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ പറയുന്നതിലൊന്ന് കുറച്ച് നേരം കൂടി ഒന്ന് ഇരിക്കാനായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അവർ അടുത്ത സ്റ്റോപ്പിലിറങ്ങും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ട്രാവലിംഗ് ഉള്ള ആളെല്ലാം അടുത്ത സ്റ്റോപ്പിൽ 1-2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ അവർ ഇറങ്ങും എന്ന് പറയുമ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പോലും നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതികളുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ കൺഫോമിറ്റി എന്നുകൊണ്ട് അർത്ഥം. ഇപ്പൊ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള കൺഫോമിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് അനുസരണം. ഈ അനുസരണം എന്ന് പറയുന്നത് എന്താണ്? സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് എപ്പോഴാണ്?
ഒരാളുടെ ഓർഡറിന്റെയോ ആജ്ഞയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് എന്ത് അനുസരണ എന്ന് പറയുന്നത്. നമ്മുടെ മേലെ കമ്പൽ ചെയ്യുകയാണ്, നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ അത് ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു കാര്യത്തെയാണ് അനുസരണ എന്ന് പറയുന്നത്. അപ്പൊ അനുസരണ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആജ്ഞയുടെയോ അല്ലെങ്കിൽ നമ്മുടെ മേൽ നൽകുന്ന ആഗ്രഹത്തെ, നമ്മൾക്കൊരു ആഗ്രഹത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മുടെ മേൽ കൽപ്പിക്കുന്ന ഓർഡറിന്റെയോ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് അംഗീകരിക്കുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ ഒന്നാമത്തത് അനുസരണ എന്ന് പറയുന്നത്. ഈ അനുസരണ ചിലപ്പോ ഈ അനുസരണ എന്ന് പറയുന്ന ഘടകം നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതിനെന്താ ഉണ്ടാവും? ശിക്ഷാ നടപടികൾ ഉണ്ടാവാം. ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് സമൂഹത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില സാമൂഹികപരമായിട്ടുള്ള ചില സ്ഥാപനങ്ങളുടെ ആശയങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയണമെന്നില്ല. അല്ലെങ്കിൽ സൊസൈറ്റി നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സോഷ്യൽ കൺട്രോളിൽ വരുന്ന ചില കാര്യങ്ങളോട് നമുക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും ചെയ്യണം, നമ്മളത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ചെയ്യുന്നത്, അത് അനുസരിക്കുന്നത് അല്ലെ. സാമൂഹ്യ നിയമങ്ങളെ നമ്മൾ അനുസരിക്കേണ്ടതായിട്ട് വരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കോവിഡ് കാലഘട്ടങ്ങളിൽ നമ്മൾ എന്തായിരുന്നു, മാസ്ക് ധരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥമാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പുറത്തു പോകുന്ന സമയത്ത് 24 hours നമ്മൾ പുറത്ത് ഇടപെടുന്ന സമയത്തെല്ലാം മാസ്ക് ധരിക്കുക എന്ന് പറയുന്നത് നമ്മൾ അന്നേ അക്കാലം നമ്മൾ സ്വീകരിച്ചിട്ടില്ലാത്തൊരു രീതിയായിരുന്നു, ജീവിത രീതിയായിരുന്നു. അപ്പൊ മാസ്ക് ധരിക്കുമ്പോൾ പലർക്കും അസ്വസ്ഥത ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മളത് നിർബന്ധിതമായിരുന്നു. കാരണം എന്തായിരുന്നു, നമ്മൾ ഗവൺമെന്റ് കൃത്യമായിട്ട് കൊണ്ടുവന്നിരുന്നത് എന്താണ്? മാസ്ക് ധരിക്കാത്ത പക്ഷം ഫൈൻ ഈടാക്കുന്ന ഒരു ഇത്. അപ്പൊ എന്താണ് അവിടെ നമ്മൾ അനുസരണ എന്ന് പറയുന്നത് നിർബന്ധിതമായിട്ട് ചെയ്യേണ്ടി വന്ന ഒരു ഘടകമാണ്. അപ്പൊ എന്താണ്, നമുക്ക് പലർക്കും മാസ്ക് ധരിക്കുക എന്നുള്ളത് പറയുന്നതിനോട് വിയോജിപ്പുണ്ടായിരുന്നു, സാമൂഹിക അകലം പാലിക്കുക എന്ന് പറയുന്നതിനോട് വിയോജിപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ക്വാറന്റൈൻ എന്ന് പറയുന്ന ഒരു ഘടകത്തോട് നമുക്ക് വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നിർബന്ധിതമായിട്ട് ചെയ്യേണ്ടി വന്നൊരു ഘട്ടമായിരുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ അനുസരണ എന്ന് പറയുന്നത്. നമുക്ക് പേഴ്സണലി നമുക്ക് അതിനോടുള്ള വിയോജിപ്പും മറ്റൊക്കെ ഉണ്ടാവുകയും എന്നാൽ നിർബന്ധമായിട്ട് നമ്മൾ അത് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് കൺഫോമിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കൺഫോമിറ്റിയിൽ ആദ്യം വരുന്ന ഒന്നാമത്തെ കൺഫോമിറ്റി എന്ന് പറയുന്നത് ടൈപ്സിന്റെ അകത്ത് ഒന്നാമത് വരുന്നതാണ് അനുസരണ എന്ന് പറയുന്നത്. ഈ അനുസരണ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നിർബന്ധിതപൂർവ്വം ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതിന്റെ പുറകിൽ ഒന്നെങ്കിൽ നമ്മുടെ ആഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് മുകളിലുള്ള എന്താണ് നമുക്ക് തരുന്ന ഓർഡറിന്റെയോ കൽപ്പനയുടെയോ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യേണ്ട, നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യാൻ വിധേയമാക്കപ്പെടുന്ന ഒരു ഘടകമാണ് അനുസരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ കൺഫോമിറ്റി ചിലപ്പോൾ നമ്മൾ ചെയ്യാത്ത പക്ഷം നമുക്ക് അതിന് ശിക്ഷാവിധികൾ ഉണ്ടായിരിക്കും. അതാണ് ഒന്നാമത്തേതിൽ പറയുന്ന അനുസരണം എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് തിരിച്ചറിയൽ. ഈ തിരിച്ചറിയൽ അതായത് ഐഡന്റിഫിക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നതാണ് നമ്മളൊരു സാമൂഹിക സംഘത്തിന്റെ മൂല്യങ്ങളും വാല്യൂസും മറ്റു എല്ലാ വാല്യൂസ് അല്ലെങ്കിൽ മൂല്യങ്ങളും നോംസും അല്ല മാനദണ്ഡങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു സംഘത്തിലെ ഒരു വ്യക്തിയെ പോലെ നമുക്ക് അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം ആ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ആ സംഘത്തിന്റെ മൂല്യങ്ങളെയും മറ്റൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയാണ് രണ്ടാമതായിട്ട് പറയുന്ന തിരിച്ചറിയൽ എന്ന് പറയുന്നത്. നമ്മൾ നിലനിൽക്കുന്ന സമൂഹം ഏതാണോ ആ സമൂഹത്തിൽ നമുക്ക് അംഗീകരിക്കപ്പെടണം, അല്ലെങ്കിൽ ആ വ്യക്തിയെ പോലെ ആ സമൂഹത്തിലെ നമ്മൾ നോക്കിക്കാണുന്ന സംഘം ഏതാണോ ആ സംഘത്തിന്റെ വ്യക്തിയെ പോലെ തന്നെ ഞാനും അറിയപ്പെടേണ്ടതുണ്ട് എന്നുള്ള ധാരണ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വ്യക്തിയെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യും ചില വിട്ടുവീഴ്ചകളെല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനെയാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ട് മനഃപൂർവ്വമായിട്ട് നമ്മളെ റോൾ മോഡലായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെയെല്ലാം നമ്മൾ കോപ്പി ചെയ്ത് എടുക്കുന്ന രീതിയാണ്. അതായത് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം ലഭിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ എന്നെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചില കാര്യങ്ങൾ ചെയ്യും. സമൂഹത്തിന്റെ അംഗീകാരമോ അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കാണുന്ന സംഘത്തിന്റെയോ അംഗീകാരം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെയാണ് ഐഡന്റിഫിക്കേഷൻ അഥവാ തിരിച്ചറിയൽ എന്നൊക്കെ പറയുന്നത്. ഉദാഹരണത്തിന് സാമൂഹിക അംഗീകാരം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ചില വളരെ പ്രോമിനന്റ് എക്കണോമിക്കലി വളരെ സെറ്റിൽ ആയിട്ടുള്ള ആളുകളുടെയൊക്കെ അവർക്ക് കിട്ടുന്ന ഒരു സാമൂഹ്യ പദവി ആയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ്? അതുപോലെ നമ്മളെയും അംഗീകരിക്കപ്പെടണം എന്നൊക്കെ കരുതി നമ്മൾ ചെയ്യുന്ന കുറെ സാമൂഹ്യത്തിൽ നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അംഗീകരിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ കാണിക്കുന്ന കുറെ ഘടകങ്ങളുണ്ട്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ ഐഡന്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. വ്യക്തിപരമായിട്ട് താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ റോൾ മോഡലായിട്ട് വെച്ചിരിക്കുന്ന ആളുകളെ പോലെയൊക്കെ നമുക്കും ആവണം എന്നുള്ളത് കൊണ്ട് നമ്മൾ നടത്തുന്ന വിട്ടുവീഴ്ചകളോ അല്ലെങ്കിൽ പ്രവർത്തികളെയുമാണ് തിരിച്ചറിയൽ എന്നൊക്കെ പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന ഒരു സിനിമ, അതിൽ കാണിക്കുന്ന കഥാപാത്രം കാണിക്കുന്നത് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അദ്ദേഹത്തിന് പേഴ്സണലി അതിനോടൊന്നും താല്പര്യമില്ലെങ്കിലും സമൂഹത്തിൽ ഒരു നിലയുണ്ടാവുക അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ തന്നെയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഉള്ളത് കൊണ്ട് മാത്രം വ്യക്തി കാണിക്കുന്ന
ചില പ്രവൃത്തികളുണ്ട്. അപ്പൊ അതിനെയൊക്കെയാണ് തിരിച്ചറിയൽ അഥവാ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ആന്തരികവൽക്കരണം എന്നുള്ളതാണ്. ആന്തരികവൽക്കരണം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിലെ ഓരോ അംഗവും മറ്റുള്ളവരുടെ അതേ ഗ്രൂപ്പിലെ മറ്റു വ്യക്തികളുടെ പെരുമാറ്റത്തെയും മനോഭാവത്തെയും ചിന്താഗതിയെയും എല്ലാം പഠിക്കുന്ന അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്ന രീതിയാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആന്തരികവൽക്കരണം എന്ന് പറയുന്നത് എന്താണ്, ഒരു വ്യക്തിയുടെ ഒരു സംഘത്തിലെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലെ വ്യക്തികളുടെ, അതായത് ഒരു വ്യക്തി ആ ഗ്രൂപ്പിനെ അകത്തുള്ള മറ്റു വ്യക്തികളുടെ മനോഭാവം അല്ലെങ്കിൽ സ്റ്റൈൽസ്, അതായത് ഡ്രസ്സിംഗ് സ്റ്റൈൽസ് പോലുള്ള എല്ലാ തരത്തിലും മറ്റു വ്യക്തികളുടെ രീതികളെയെല്ലാം ഏറ്റെടുക്കുന്ന പ്രക്രിയയാണ്. അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ചുകൊണ്ട് അതേ രീതിയിൽ നിർബന്ധിതരാകുന്ന ഒരു സ്ഥിതിയാണ് ആന്തരികവൽക്കരണം അഥവാ ഇന്റേണലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇതോടെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലൊരു അംഗമാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തിയുടെ ആശയങ്ങളെയും ചിന്താഗതികളെയും മനോഭാവങ്ങളെയും എല്ലാം എന്ത് ചെയ്യേണ്ടി വരുന്നു, സ്വീകരിക്കാനായിട്ട് നിർബന്ധിതരാകുന്നു അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടി വരുന്നു. ഈ ഏറ്റെടുക്കേണ്ടി വരുന്ന പ്രക്രിയയാണ് ഇന്റേണലൈസേഷൻ അഥവാ ആന്തരികവൽക്കരണം എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ പറയുന്നത് ഈ കൺഫോമിറ്റിക്ക് കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ നിർബന്ധിതരാകുന്നതല്ല, വ്യക്തികൾ എന്തുകൊണ്ടാണ് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും സമൂഹത്തിന്റെ ഭാഗമാവേണ്ടതായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമതെന്ന് പറയുന്നത് ഇൻഫർമേഷണൽ ഇൻഫ്ലുവൻസ്. അതായത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് തന്റെ അറിവിനും ചിന്തയ്ക്കും അപ്പുറം കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് വ്യക്തിയിൽ ഉണ്ടാവുമ്പോൾ, കാരണം തന്നേക്കാൾ അറിവും ബുദ്ധിശക്തിയും സ്കിൽസും മറ്റൊരു വ്യക്തിയിൽ ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആ വ്യക്തിയുടെ കാര്യങ്ങൾ ആ വ്യക്തിയുമായിട്ട് കൂടുതൽ അനുനയിക്കാൻ, ആ വ്യക്തിയുമായിട്ട് കൂടുതൽ സമ്പർക്കം പുലർത്താൻ നമ്മൾ എന്ത് ചെയ്യും, ശ്രമിക്കും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നത്. അതായത് നമുക്ക് പേഴ്സണലി എന്താണ്, നമ്മളുടെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അറിവും സ്കില്ലും ഒക്കെ കുറവാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് അത് മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുമായിട്ടുള്ള കൂടിച്ചേരലാണ് ഒന്നാമത് ഘടകമായിട്ട് പറയുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് നോർമേറ്റീവ് ഇൻഫ്ലുവൻസ്. നോർമേറ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വ്യക്തികൾ ഗ്രൂപ്പിലെ അംഗങ്ങളെ പോലെ അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരെ അംഗീകരിക്കുന്നതിന് വേണ്ടി, അതായത് മറ്റുള്ളവരെ എങ്ങനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് നോർമേറ്റീവ് ഇൻഫ്ലുവൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വ്യക്തികൾ അവരുടെ ഗ്രൂപ്പിലെ തന്നെ മറ്റുള്ളവരെ, അതായത് ഓരോ വ്യക്തിയും ഗ്രൂപ്പിലുള്ള ആളുകളെ പരസ്പരം എങ്ങനെ അംഗീകരിക്കുന്നു എന്നുള്ളതിനെയാണ് നോർമേറ്റീവ് ഇൻഫ്ലുവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പിനകത്ത് ആളുകൾ പരസ്പരം അംഗീകരിക്കപ്പെടേണ്ടി വരുന്നതിനെയാണ് പരസ്പരം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടി വരുന്ന പ്രോസസ്സും അത് എപ്രകാരം എന്നതിനെയുമാണ് നോർമേറ്റീവ് ഇൻഫ്ലുവൻസ് കൊണ്ട് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത്, മൂന്നാമത് പറയുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സ്വാഭാവികമായിട്ട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പറഞ്ഞു എന്താണ്, ഫോർമൽ ആയിട്ടും ഇൻഫോർമൽ ആയിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പൊ ഈ ഫോർമൽ ആയിട്ടും ഇൻഫോർമൽ ആയിട്ടും വരുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൽപ്പിക്കുന്ന മാനദണ്ഡങ്ങളോ നിയമങ്ങളെയോ ചിലപ്പോൾ നമുക്ക് താല്പര്യപൂർവ്വം ഉണ്ടാവണമെന്നില്ല. പക്ഷെ എന്ത് ചെയ്യണം, നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗമാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഉദാഹരണം മതത്തിന്റെ ആണെങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്തോ അല്ലെങ്കിൽ ഇൻഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്തോ വരുന്ന ഘടകങ്ങൾ ഏതുമാവട്ടെ. ഉദാഹരണം ഇപ്പോൾ ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ലോ ആയിരിക്കാം. ലോ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ലോയോട് പല നിയമങ്ങളോട് നമുക്ക് വിയോജിപ്പുകളായിരിക്കും ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും അത് കൽപ്പിക്കപ്പെടേണ്ടതുണ്ടെന്നും ഇല്ലെങ്കിൽ അതിന് ശിക്ഷാ നടപടികൾ ഉണ്ടായിരിക്കുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഫോളോ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് വരുമ്പോൾ നമ്മൾ കൺഫോമിറ്റി സ്വീകരിക്കേണ്ടി വരുന്ന അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും നിരന്തരം വ്യക്തികളെ നിരീക്ഷിക്കുന്നുണ്ട്, അവരുടെ സ്വഭാവത്തെയും അവരുടെ പെരുമാറ്റത്തെയും എന്ത് ചെയ്യുന്നുണ്ട്, ജഡ്ജ്മെന്റലായിട്ട് നോക്കിക്കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മൂന്നാമതായി പറയുന്നത് സ്വാമിത്വ സ്ഥാപനങ്ങൾ എന്നുള്ളത് ഇതിന്റെ കോസസിലായിട്ട് പറയുന്നത്. ഇനി മറ്റു കാരണങ്ങൾ ഏതൊക്കെയാണ്? കൺഫോമിറ്റിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ പറഞ്ഞത്. ഇതല്ലാതെ മറ്റു ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് വെച്ചാൽ, ഒന്നാമത് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ എങ്ങനെയാണ്? സമൂഹത്തിന്റെ വ്യക്തിയുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും രൂപീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിയുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും സോഷ്യലൈസേഷനിലൂടെ നിയന്ത്രിക്കപ്പെടുന്നതിനാൽ വ്യക്തിക്ക് എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും അതിന് വിധേയനാവേണ്ടതായിട്ട് വരും. അതാണ് സോഷ്യലൈസേഷൻ എന്നുള്ളത് നമ്മുടെ കൺഫോമിറ്റിയുടെ ഘടകമായിട്ട് മാറുന്നു എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് സാമൂഹ്യ നിയന്ത്രണം. അപ്പോൾ സാമൂഹ്യ നിയന്ത്രണം നമ്മൾ നേരത്തെ പറഞ്ഞു,
പറഞ്ഞു എന്താണ് സാമൂഹ്യ നിയന്ത്രണങ്ങളിൽ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഫോർമലും ഇൻഫോർമലും ആയിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണങ്ങൾ വ്യക്തിയുടെ മേൽ നിലനിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ സാമൂഹ്യ നിയന്ത്രണങ്ങൾ നമ്മൾ പരിപാലിക്കാത്തിടത്തോളം കാലം ചെയ്യുന്നുണ്ട് നമ്മളെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഉദാഹരണം മതത്തിന്റെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മൾ ഉദാഹരണം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മതം കൽപ്പിക്കുന്ന വിശ്വാസത്തെ ഫോളോ ചെയ്യാത്ത പക്ഷം എന്ത് ചെയ്യുന്നുണ്ട്, ആ വ്യക്തിയെ മതത്തില് അംഗീകരിക്കപ്പെടില്ല അല്ലെ. മതത്തിന്റെ അല്ലെങ്കിൽ ആ മതം ഏത് മതവിഭാഗത്തിൽ ആ വ്യക്തിയെ ഉൾപ്പെടുത്തില്ല. അല്ലെങ്കിൽ മതം അനുശാസിക്കുന്ന നിയമങ്ങൾ ഏതൊക്കെയാണോ അല്ലെങ്കിൽ മതം വെച്ച് പുലർത്തുന്ന നിയമങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യും, ആ വ്യക്തിയെ മതത്തിൽ നിന്നും ആ പെർട്ടിക്കുലർ മതത്തിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിൽ അംഗീകരിക്കപ്പെടുകയോ ഒന്നും ചെയ്യില്ല. അത് ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ട്. അപ്പൊ അത് പേടിച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക, ആളുകൾ കൂടുതലും അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതാണ് സോഷ്യൽ കൺട്രോളിന്റെ അകത്ത് വരുന്നത്. അടുത്തത് വേസ്റ്റഡ് ഇൻട്രസ്റ്റ്. വേസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഘടകം എന്ന് വെച്ചാൽ സാമൂഹിക മാനദണ്ഡങ്ങൾ വ്യക്തിയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അത് പരിപാലിക്കാനായിട്ട് ശ്രമിക്കും. അതായത് സമൂഹവുമായിട്ട് യോജിച്ചു പോകാനായിട്ട് ശ്രമിക്കും. അതായത് വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് സമൂഹം സംരക്ഷണം നൽകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വ്യക്തിയുടെ താല്പര്യങ്ങളെ പരിപാലിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, സൊസൈറ്റിയുമായിട്ട് യോജിച്ചു പോകാനായിട്ട് ശ്രമിക്കും. ഉദാഹരണം ഇപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ലീഗലാണ്, പക്ഷേ സമൂഹം കൽപ്പിക്കുന്ന കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഘടകം നിലനിൽക്കുന്നതും അല്ലെങ്കിൽ ആളുകൾ അതിനോട് യോജിച്ചു പോകുന്നതും എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നിയമങ്ങളായ ആളുകൾ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ്, ആളുകൾക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണ് എന്നുള്ളത് അവിടെ സംരക്ഷിക്കപ്പെടാനുള്ള ഒരു മാർഗം എന്ത് ചെയ്യുന്നുണ്ട്, നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലുണ്ടാവുന്ന വയലേഷൻസോ അല്ലെങ്കിൽ അംഗീകാരമില്ലായ്മയോ അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയോ ഒക്കെ മറ്റു ചെയ്യുമ്പോൾ ആളുകൾക്ക് അതിനെ ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ആളുകൾ നിയമത്തെ അംഗീകരിക്കുന്നത്. പല നിയമങ്ങളെയും ആളുകൾ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ സാമൂഹ്യ മാനദണ്ഡങ്ങളെ ആളുകൾ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ്, അവിടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ലീഗലി പറഞ്ഞത് ഫോർമൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ്. ഇൻഫോർമൽ ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ വിവാഹം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്ന ഘടകങ്ങളെല്ലാം ആളുകൾ അംഗീകരിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ സമൂഹം ഇപ്പോഴും കൂടെ ചേർത്ത് പിടിക്കുന്നത് എന്തുകൊണ്ടാണ്, അവിടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സാമൂഹ്യപരമായിട്ടുള്ള ഓരോ സാമൂഹ്യ സ്ഥാപനങ്ങളെയും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും വ്യക്തികൾ ഫോളോ ചെയ്യുന്നത്. ഇത് വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളെ എന്ന് ഫുൾഫിൽ ചെയ്യാതിരിക്കുന്നു അതിൽ നിന്ന് വ്യക്തി വ്യതിചലിക്കുന്നതിന് കാരണം. അപ്പൊ വേസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമൂഹ്യപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെ നിറവേറ്റുന്നത് കൊണ്ടാണ് വ്യക്തികൾ എന്ത് ചെയ്യുന്നത്, ആ മാനദണ്ഡങ്ങളെ അംഗീകരിക്കുകയും വെച്ചു പുലർത്തുകയും ചെയ്യുന്നത്. അതാണ് വേസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹയറാർക്കി ഓഫ് നോംസ് എന്നാണ്. ഈ ഹയറാർക്കി ഓഫ് നോംസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരുന്ന റോൾ പഠിച്ചിരുന്ന സമയത്ത് പഠിച്ചിരുന്ന എന്താണ്, ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട്, പദവികളുണ്ട്. അപ്പൊ ഈ പങ്കിനെയും പദവിയെയും അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തി പെരുമാറാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ട് വ്യക്തിയുടെ റോളിനെ കുറിച്ചും പദവിയെ കുറിച്ചും കൃത്യമായ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, അത് കൈകാര്യം ചെയ്യാൻ അത് നിലനിർത്താൻ ബാധ്യസ്ഥനാവുന്നുണ്ട്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐഡിയോളജിയാണ്. ഐഡിയോളജി എന്താണ്, ഒരു വ്യക്തി വെച്ച് പുലർത്തുന്ന സാമൂഹ്യപരമായിട്ടുള്ള പ്രത്യയ ശാസ്ത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തിയെ സമൂഹവുമായിട്ട് യോജിച്ചു പോകുന്നതിന് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ വെച്ച് പുലർത്തുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സൊസൈറ്റിയെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ എന്ത് സഹായിക്കുന്നുണ്ട്, ഐഡിയോളജി സഹായിക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ. ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ആളുകൾ അവരുടെ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നത് എന്താണോ അതിനെ അംഗീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതായത് ഇപ്പൊ ഓരോ വ്യക്തി നിലനിൽക്കുന്നത് ഏത് ഗ്രൂപ്പാണ്, ആ ഗ്രൂപ്പിൽ നമുക്ക് ഒരു അംഗീകാരം ലഭിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ട് വ്യക്തി അതിനോടൊപ്പം യോജിച്ച് പോവേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ആണ് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു പിയർ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തെ കൊളീഗ്സിന്റെ ഒരു സർക്കിളോ മറ്റേത് ഏത് തരത്തിലാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ നമ്മൾ അവർ അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങളെയോ താല്പര്യങ്ങളെയോ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, അതിന്റെ ആ ഗ്രൂപ്പിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ ഈ കൺഫോമിറ്റിയിൽ ലാസ്റ്റ് പറയുന്ന ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഇനി നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന
മറ്റൊരു പോയിന്റ് ആണ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ഉപയോഗിക്കേണ്ട മാനദണ്ഡങ്ങളെ വ്യക്തികൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്ന രീതിയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഓരോ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ സാമൂഹ്യപരമായിട്ടുള്ള സന്ദർഭം ഏതാണ്, സന്ദർഭം അനുസരിച്ച് പെരുമാറുക എന്ന് പറയാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് പെരുമാറാൻ പഠിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളൊരു മാനദണ്ഡമുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ ലൈബ്രറിയിൽ സാഹചര്യം എങ്ങനെയാണ് അല്ലെങ്കിൽ സന്ദർഭം എന്തുമാണ്, അവിടെ കൃത്യമായിട്ട് നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ് അവിടുത്തെ മാനദണ്ഡം. അപ്പൊ അവിടെ നമ്മൾ കയറി ബഹളം വെക്കുക എന്ന് പറയുന്നത് അവിടെ യോജിക്കുന്ന കാര്യം. അപ്പൊ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സ്പേസിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് നമ്മൾ വെച്ച് പുലർത്തേണ്ട മാനദണ്ഡമുണ്ട്. അതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് യൂട്ടിലിറ്റി പറയുന്നത് എന്താണ്? സമൂഹം വെച്ച് പുലർത്തുന്ന അല്ലെങ്കിൽ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് വെച്ച് പുലർത്തേണ്ട മാനദണ്ഡങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പെരുമാറുന്ന രീതിയാണ് യൂട്ടിലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് സോഷ്യൽ കൺഫോമിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൺഫോമിറ്റി എന്ന് പറയുന്നത് എന്താണ്? വ്യക്തിപരമായിട്ടുള്ള വിയോജിപ്പുകൾ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ മറന്നുകൊണ്ട് സമൂഹത്തിന്റെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിന്റെ പൊതു താല്പര്യങ്ങളിൽ ഉൾപ്പെടുന്നതിനെയാണ് അല്ലെങ്കിൽ താല്പര്യങ്ങളെ അംഗീകരിക്കുന്ന പ്രക്രിയയാണ് കൺഫോമിറ്റി എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് കൺഫോമിറ്റിയിൽ നമ്മൾ 3 എണ്ണമാണ് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? അനുസരണം, ആന്തരികവൽക്കരണം ഡിസ്കസ് ചെയ്തു, തിരിച്ചറിയൽ. ഈ 3 എണ്ണമാണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത ഘടകം. പിന്നീട് നമ്മൾ പറയുന്നത് കോസസ് ഓഫ് കൺഫോമിറ്റി എന്നുള്ളതാണ്. കോസസ് ഓഫ് കൺഫോമിറ്റിയിലും പ്രധാനമായിട്ട് നമ്മൾ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഇൻഫോർമൽ ആയിട്ടുള്ളതാണ്, ഇൻഫർമേഷണൽ ഇൻഫ്ലുവൻസ്, രണ്ടാമത് നോർമേറ്റീവ് ഇൻഫ്ലുവൻസ്, മൂന്നാമത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതാണ്. ഇനി അതിനുശേഷം മറ്റു ഘടകങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവയല്ലാതെ സോഷ്യൽ കൺഫോമിറ്റിക്ക് കാരണമാകുന്ന മറ്റു ഘടകങ്ങളിലാണ് ഒന്ന് സോഷ്യലൈസേഷൻ, social control, vested interest, hierarchy of norms, ideology, group identification, utility. അപ്പോൾ ഇത്രയും ഘടകങ്ങളാണ് സോഷ്യൽ കൺഫോമിറ്റി എന്നുള്ളതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ യൂണിറ്റിലെ അവസാനത്തെ കോൺസെപ്റ്റ് ആണ് ഡീവിയൻസ്. ഓക്കെ, അപ്പൊ ഡീവിയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡീവിയേറ്റഡ് ആയി പോവുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതെന്താണ്? വ്യതിചലിക്കുക. അതായത് നമ്മള് പോവേണ്ട വഴിയിൽ നിന്ന് ദിശമാറി സഞ്ചരിക്കുന്നതിനെയാണ് ഡീവിയൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അപ്പോൾ ഡീവിയൻസ് എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തിന്റെ മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടാത്ത അവസ്ഥ. അതായത് സമൂഹം കൽപ്പിക്കുന്ന മാനദണ്ഡങ്ങൾ ഏതാണോ അത് അംഗീകരിക്കാതെ പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടാത്ത അവസ്ഥയാണ് ഡീവിയൻസ് എന്നുകൊണ്ട് പറയാം. അപ്പൊ വ്യതിചലനം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ വ്യതിചലനം എന്ന് പറയുന്നതാണ് സമൂഹം കൽപ്പിക്കുന്ന നിയമങ്ങൾ അനുസരിക്കാത്ത പക്ഷം അത് എന്തിലേക്ക് നയിക്കുന്നു? ഡീവിയൻസിലേക്ക് അല്ലെങ്കിൽ വ്യതിചലനത്തിലേക്ക് നയിക്കുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡീവിയൻസ് ആണ്. പ്രധാനമായിട്ടും സ്വഭാവങ്ങൾ, ഇതിന്റെ ഡീവിയൻസിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ സ്വഭാവ രീതികളെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് സാംസ്കാരികവും സാമ്പത്തികപരവുമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സാംസ്കാരികവും രാഷ്ട്രീയവും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സാംസ്കാരിക ലക്ഷ്യങ്ങളെ നേട്ടങ്ങൾക്ക് വേണ്ടി സാംസ്കാരികപരമായിട്ടുള്ള ലക്ഷ്യങ്ങളെ മറന്നുകൊണ്ടിട്ടുള്ള വ്യക്തികളുടെ പ്രചോദനമാണ്. അല്ലെങ്കിൽ സാംസ്കാരികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി വ്യക്തി എന്ത് ചെയ്യുന്നു? സമൂഹം കൽപ്പിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെ മറക്കുന്ന രീതി അല്ലെങ്കിൽ മാനദണ്ഡങ്ങളിൽ നിന്ന് ദിശ മാറുന്ന രീതിയാണ് നമ്മൾ ഒന്നാമത്തെ സ്വഭാവ രീതിയായിട്ട് പറയുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് സാംസ്കാരിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് സാംസ്കാരിക മൂല്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് സമൂഹം കൽപ്പിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. അപ്പൊ ആ മൂല്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപനപരമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ സമൂഹം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവയെ അംഗീകരിക്കാതിരിക്കുക. അതായത് ഉദാഹരണം കൊള്ളയടിക്കുക എന്ന് പറയുന്ന രീതി അല്ലെ. അതായത് നമ്മുടെ സമൂഹം കൽപ്പിക്കുന്നു നമ്മൾക്കൊരു ധനികനാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അധ്വാനിക്കുക അല്ലെങ്കിൽ മികച്ച ജോലി നേടുക എന്നുള്ളതാണ് സമൂഹം കൽപ്പിക്കുന്ന മാനദണ്ഡം. പക്ഷെ നമ്മൾ ഒരാളുടെ സ്വത്ത് കൊള്ളയടിക്കുക എന്ന് പറയുന്ന രീതി എന്താണ്? ഡീവിയൻസ് ആയിട്ട് പരിഗണിക്കുന്നു. അതായത് സമൂഹം കൽപ്പിച്ചു വെച്ചിട്ടുള്ള സ്ഥാപനപരമായിട്ടുള്ള മാർഗങ്ങളെയും ലക്ഷ്യങ്ങളെയും നിരാകരിക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് ഡീവിയൻസിന്റെ രണ്ടാമത്തെ സ്വഭാവ രീതിയായിട്ട് പറയുന്നത്. ഇനി പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനെ ഒരു സൈദ്ധാന്തികപരമായിട്ടുള്ള രീതിയിൽ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളതിനെയാണ്. അതായത് റോബർട്ട് കെ മെർട്ടൺ
ഡീവിയൻസിനെ പ്രധാനമായിട്ട് 4 തരത്തിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, അതായത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഒന്നാമത് പറയുന്നത് ഇന്നോവേഷൻ. സ്വാഭാവികമായിട്ടും ഇന്നോവേഷൻ എന്ന് പറയുന്നത് എന്താണ്? പുതിയത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പുതിയൊരു തലം അല്ലെങ്കിൽ പുതിയവ എന്നുള്ള രീതിയിലാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിലനിൽക്കുന്ന സ്ഥിതിയിൽ അസംതൃപ്തരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ജനങ്ങൾ പുതിയൊരു തലത്തിലേക്ക് മാറുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? അത് സാമൂഹ്യപരമായിട്ടുള്ള മാനദണ്ഡങ്ങളെ നിരാകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ സമൂഹം കൽപ്പിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതിന് കാരണമാകും. അതായത് ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ, സമൂഹം സൃഷ്ടിച്ചിട്ടുള്ള ഒരു നിലവാരമുണ്ട്. ആ നിലവാരത്തിൽ നിന്ന് അല്ലെങ്കിൽ മാനദണ്ഡത്തിൽ നിന്ന് ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളോ എന്ത് ചെയ്യുന്നുണ്ട്? മാറി ചിന്തിക്കുക, അത് ഡൈവേർട്ട് ചെയ്യുക. നിലനിൽക്കുന്ന സ്ഥിതിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വ്യക്തികൾ സമൂഹം കൽപ്പിച്ചിട്ടുള്ള മാർഗലക്ഷ്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ പുതിയൊരു തലം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്നോവേഷൻ എന്ന് പറയാം. രണ്ടാമത് റിച്വലിസം. റിച്വലിസം എന്ന് പറയുന്നത് സമൂഹം കൽപ്പിച്ചിട്ടുള്ള സാമൂഹികവും സാംസ്കാരികപരമായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കാത്ത വ്യക്തികളെയെല്ലാം നമുക്ക് എന്ത് പറയാം? റിച്വലിസം എന്ന് പറയാം. അതായത് ആചാരാനുഷ്ഠാനങ്ങളിൽ ഒന്നും വിശ്വസിക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെയെല്ലാം നമ്മൾ റിച്വലിസ്റ്റിക്സ് എന്ന് പറയാം. മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീട്രീറ്റിസം എന്നാണ്, അതായത് പിൻവാങ്ങുന്നവർ. പിൻവാങ്ങുന്നവർ എന്ന് പറയുന്നത് എന്താണ്? അതായത് സമൂഹം കൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ള ലക്ഷ്യങ്ങളെ ഒന്നും തന്നെ കൈവരിക്കുന്നതിനുള്ള, അതായത് സമൂഹം ഓൾറെഡി നമ്മൾ പറഞ്ഞു, സമൂഹം ചില മാർഗങ്ങളും ലക്ഷ്യങ്ങളും കൽപ്പിച്ചിട്ടുണ്ട്. ഇവയൊന്നും തന്നെ സ്വീകാര്യമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ സ്വീകാര്യമല്ലെന്ന് തിരിച്ചറിയുകയും അതിനെ നിരാകരിക്കുകയും ചെയ്യുന്നവരെയാണ് റീട്രീറ്റിസം എന്ന് പറയുന്നത്, അതായത് പിൻവാങ്ങൽ എന്ന് പറയുന്ന പ്രക്രിയ. ഡീവിയൻസിന്റെ മൂന്നാമത്തെ പ്രക്രിയയാണ് പിൻവാങ്ങൽ പ്രക്രിയ. അതായത് ആളുകൾ സമൂഹം കൽപ്പിച്ചിട്ടിരിക്കുന്ന ഈ ഘടകങ്ങൾ ഒന്നും തന്നെ പര്യാപ്തമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പിൻവാങ്ങുന്ന രീതി, അതിനെ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ നിഷേധിക്കുന്ന രീതിയാണ് പിൻവാങ്ങൽ ഡീവിയൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നാലാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് റിബല്യൻ. റിബല്യൻ എന്ന് പറയുന്നത് കലാപകാരികൾ അല്ലെങ്കിൽ വിപ്ലവകാരികൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ റിബല്യൻ എന്ന് പറയുന്നത് നിലനിൽക്കുന്ന സാമൂഹിക സ്ഥിതികളെ എല്ലാം പൊളിച്ചെഴുതാനായിട്ട് ശ്രമിക്കുന്നതിന്റെ രീതിയാണ്, അല്ലെങ്കിൽ പൊളിച്ചെഴുതുന്ന സിസ്റ്റം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനെ ഡീവിയൻസ് എന്നാണ് പറയുന്നത്. ഡീവിയേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റീസ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ റിബല്യൻസ് അഥവാ കലാപകാരികൾ എന്ന് പറയുന്നത്. കലാപം ഉണ്ടാകുന്ന എപ്പോഴാണ്? നിലനിൽക്കുന്ന വ്യവസ്ഥിതിയിൽ അസ്വസ്ഥരാകുന്ന ജനങ്ങൾ പുതിയൊരു നിലനിൽപ്പിനെ അല്ലെങ്കിൽ പുതിയൊരു ലോകമോ അല്ലെങ്കിൽ വ്യവസ്ഥിതിയോ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അതെന്താണ്? റിബല്യൻ ആയിട്ട് മാറും. അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ സ്വഭാവമായിട്ട് എന്തെന്ന് പറയുന്നത്? അവർ ഡീവിയേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എന്ന് നമ്മൾ പറയും. ഉദാഹരണം റിബല്യൻസിനകത്ത് പറയുമ്പോൾ എന്താണ്? പുതിയതരം നിലനിൽക്കുന്ന വ്യവസ്ഥിതിയിൽ അസ്വസ്ഥരാകുന്ന ഒരു കൂട്ടം ജനങ്ങളോ വ്യക്തികളോ പുതിയവ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രീതിയാണ് നമ്മൾ റിബല്യൻസ് അല്ലെങ്കിൽ കലാപകാരികൾ എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. ഇപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ഡീവിയേറ്റഡ് പേഴ്സൺസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡീവിയേറ്റഡ് കമ്മ്യൂണിറ്റി എന്നൊക്കെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും റോബർട്ട് എ മെർട്ടൺ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഡീവിയൻസ്. ഒന്നാമതാണ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ എന്ന് പറയുന്നതാണ് നിലനിൽക്കുന്ന സ്ഥിതിഗതികളിൽ നിന്ന് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സൊസൈറ്റി കൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റി പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് പുതിയവ അംഗീകരിക്കുന്ന പുതിയ മാർഗങ്ങളെയും ലക്ഷ്യങ്ങളെയും തേടി പോകുന്നതിനെയാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ഡീവിയേറ്റഡ് പേഴ്സൺസ് ആയിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആയിട്ടോ പരിഗണിക്കുന്നു. രണ്ടാമെന്ന് പറയുന്നത് റിച്വലിസം ആണ്. റിച്വലിസം എന്ന് പറയുന്നത് കുറച്ചുകൂടി സമൂഹം കൽപ്പിച്ചിട്ട് സാമൂഹികവും സാംസ്കാരികപരമായിട്ടുള്ള ആചാരങ്ങളെ എതിർക്കുന്നവരെ നമ്മൾ എന്ത് പറയുന്നു? റിച്വലിസ്റ്റുകളായിട്ട് കണക്കാക്കും. അടുത്തത് റീട്രീറ്റിസം എന്ന് പറയുന്നത് അതിൽ പിൻവാങ്ങൽ എന്ന് പറയുന്നത് നിലനിൽക്കുന്ന സാംസ്കാരികവും സാമൂഹ്യപരമായിട്ടുള്ള മാർഗലക്ഷ്യങ്ങൾ തൃപ്തികരമല്ലാതാവുന്ന സമയങ്ങളിൽ ജനങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങുന്ന രീതി അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുന്നതിനെയാണ് റീട്രീറ്റിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത് നമ്മൾ പറയുന്നത് റിബല്യൻസ് ആണ്. റിബല്യൻസ് എന്ന് പറയുന്നത് എന്താണ്? നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ അസംതൃപ്തരായിട്ടുള്ള ജനങ്ങൾ അല്ലെങ്കിൽ അസംതൃപ്തരാകുന്ന വ്യക്തികൾ എന്ത് ചെയ്യുന്നു? പുതിയവ സൃഷ്ടിക്കാനായിട്ട്, പുതിയ സാമൂഹ്യ വ്യവസ്ഥിതി സൃഷ്ടിക്കാനായിട്ട് അല്ലെങ്കിൽ പഴയവയെ മാറ്റി പൊളിച്ചെഴുതാനായിട്ട് ശ്രമിക്കുന്നതിനെയാണ് റിബല്യൻസ് എന്ന് പറയുന്നത്. അവരെ എന്ത് ചെയ്യുന്നു? ഡീവിയേറ്റഡ് പേഴ്സൺസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ് എന്ന രീതിയിലാണ് പരിഗണിക്കുന്നത്. ഇനി പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് റിലേറ്റീവ് നേച്ചർ ഓഫ് ഡീവിയൻസ് എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ
ഡിസ്കസ് ചെയ്യുന്നത്. റിലേറ്റീവ് നേച്ചർ ഓഫ് ഡീവിയൻസ് എന്നുള്ളതിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സമൂഹം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പൊ ഈ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന സമയത്ത് സമൂഹത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്താണ് മൂല്യങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടാകും. അതായത് സമൂഹം കാലക്രമത്തിനനുസരിച്ച് നമ്മുടെ സമൂഹം മാറുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പെർസ്പെക്റ്റീവ്സും മാറും. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും എന്നുള്ള ഓരോ സമൂഹവും കൽപ്പിക്കുന്ന മൂല്യങ്ങളും മാനദണ്ഡങ്ങളും എന്തിനു പറ്റും, എന്താണ് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. അപ്പൊ ഈ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് കൊണ്ട് തന്നെ സമൂഹം കൽപ്പിക്കുന്ന ഡീവിയൻസ് എന്ന് പറയുന്നതിന്റെ പെർസ്പെക്റ്റീവും അല്ലെങ്കിൽ ക്രൈറ്റീരിയാസും എന്താണ് മാറും, സ്വാഭാവികമായിട്ട് മാറും. കാരണം സമൂഹത്തിന്റെ മാനദണ്ഡങ്ങളെയും മൂല്യങ്ങളെയും അംഗീകരിക്കാതിരിക്കുന്ന സമയത്താണല്ലോ ഡീവിയൻസ് സംഭവിക്കുന്നത്. അപ്പൊ ഈ മാറ്റം അപ്പൊ ഇന്നത്തെ സൊസൈറ്റി കൽപ്പിച്ചിരിക്കുന്ന ഡീവിയൻസിന്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഡീവിയൻസിലേക്ക് കാരണമാകുന്നു എന്ന് പറയുന്ന പല കാര്യങ്ങളും വരും തലമുറ അല്ലെങ്കിൽ ഇനിയൊരു കാലഘട്ടത്തിൽ ചിലപ്പോൾ അതിനെ ഉൾക്കൊള്ളാം, സമൂഹം അംഗീകരിക്കുകയും പുതിയവ ഡീവിയൻസിന്റെ മാനദണ്ഡങ്ങളായിട്ട് അല്ലെങ്കിൽ ക്രൈറ്റീരിയ ആയിട്ടും അല്ലെങ്കിൽ ഡീവിയൻസിന്റെ കാരണങ്ങളായിട്ട് പരിഗണിച്ചിരിക്കും. അപ്പൊ സമൂഹം എന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ സമൂഹത്തിന്റെ മൂല്യങ്ങളും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഡീവിയൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരുന്ന ഘടകങ്ങളും മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പൊ സമൂഹത്തിന്റെ ഡീവിയൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, സമൂഹത്തിനും സാഹചര്യത്തിനും കാലങ്ങൾക്കും വിധേയമാണ്, അധീനമാണ്. അല്ലെങ്കിൽ എന്താണ്, കാലത്തിനും സംസ്കാരത്തിനും എല്ലാം അനുസരിച്ച് എന്തുണ്ട്, ഡീവിയൻസ് എന്ന് പറയുന്ന ആശയത്തിനും അല്ലെങ്കിൽ ഡീവിയൻസിന്റെ അകത്ത് വരുന്ന ഘടകങ്ങൾക്ക് മാറ്റം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ സംസ്കാരത്തിനും നിയമത്തിനും അനുസരിച്ച് എന്തായിരിക്കും ഡീവിയൻസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അതായത് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി കൽപ്പിക്കുന്ന ഡീവിയൻസിന്റെ ഘടകങ്ങളൊന്നും തന്നെ ആയിരിക്കില്ല മറ്റൊരു സമൂഹത്തിൽ ഉണ്ടായിരിക്കുക. അത് സംസ്കാരത്തിന്റെയും സമൂഹത്തിന്റെയും നമ്മൾ നിലനിൽക്കുന്ന ഭൂമിശാസ്ത്രപരമായിട്ടുള്ള എല്ലാ ഘടകങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും നിലനിൽക്കുന്ന ഡീവിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഡീവിയൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡീവിയൻസിന്റെ കോസസ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്താണ്, ഓരോ സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കും, അവ ഒരുപോലെ ആയിരിക്കില്ല എന്നുള്ളതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിയറീസ് ഓഫ് ഡീവിയൻസ് ആണ്. അതായത് വ്യതിയാനത്തിന് ഒരു സൈദ്ധാന്തികപരമായിട്ടുള്ള വീക്ഷണങ്ങളായാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന തിയറി എന്ന് പറയുന്നത് തിയറി ഓഫ് അനോമി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ അനോമിക് തിയറി കൊണ്ടുവന്നിട്ടുള്ളത് എമിലി ദുർഖെയിം ആണ്. എമിലി ദുർഖെയിം മുന്നോട്ട് വെച്ചിട്ടുള്ള തിയറിയാണ് തിയറി ഓഫ് അനോമി എന്ന് പറയുന്നത്. ഡീവിയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ തിയറി ഓഫ് അനോമി എന്നറിയപ്പെടുന്നത്. ഈ തിയറി പറയുന്നതാണ്, നിലവിലുള്ള മാനദണ്ഡങ്ങളും മൂല്യങ്ങളും ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ വ്യക്തികളിലേക്ക് ദുർബലമായിരിക്കുകയോ അല്ലെങ്കിൽ അതിന് സാധുതയോ ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ വ്യക്തികൾ അസ്വസ്ഥരാകും. അതായത് നിലവിലിരിക്കുന്ന സാമൂഹ്യ മൂല്യങ്ങളും മാനദണ്ഡങ്ങളും സാധുതയില്ലാത്തതോ ദുർബലമായിരിക്കുകയോ ചെയ്യുമ്പോൾ സമൂഹം അല്ലെങ്കിൽ വ്യക്തികൾ എന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ വ്യതിചലിക്കുന്നതിലേക്ക് കാരണമാകും. ഇതിനെയാണ് വ്യതിയാനം അഥവാ ഡീവിയൻസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണം, പെട്ടെന്നുണ്ടാവുന്ന സമൂഹത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഒരു പക്ഷേ ആളുകൾക്ക് അംഗീകരിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അവിടെ അല്ലെങ്കിൽ സമൂഹത്തിൽ പെട്ടെന്നുണ്ടാവുന്ന മാറ്റങ്ങളോ അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ ചിലപ്പോൾ നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ ആളുകൾക്ക് അംഗീകരിക്കപ്പെടണമെന്ന് നിർബന്ധം പിടിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള വ്യവസ്ഥയിൽ എന്ത് ചെയ്യുന്നു, ആളുകൾ മാറ്റങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാതാവുന്ന സമയത്തോ അല്ലെങ്കിൽ നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ അസംതൃപ്തരാവുന്ന ജനങ്ങൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു വഴി തേടി പോകുന്ന രീതിയോ ഉണ്ടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, സമൂഹം കൽപ്പിക്കുന്ന പ്രഡിക്ഷൻസിനൊത്ത് ആളുകൾ പ്രവർത്തിക്കണമെന്നില്ല. അപ്പൊ ഇത് ഡീവിയൻസിന് കാരണമാവുന്നു എന്നാണ് ദുർഖെയിം പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത്, പെട്ടെന്നുണ്ടാവുന്ന സാഹചര്യങ്ങളും ചില സമയങ്ങളിൽ എന്തുണ്ടാവുന്നില്ല, വ്യക്തികൾക്ക് സാമൂഹ്യപരമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ, സാമൂഹികവോ സാമ്പത്തികപരമായിട്ടുള്ള പെട്ടെന്നുണ്ടാവുന്ന മാറ്റങ്ങൾ ചില സമയങ്ങളിൽ വ്യക്തികളിൽ അംഗീകരിക്കാനായിട്ടോ ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. അതും ഒരുപക്ഷെ ചെയ്യുന്നുണ്ട്, വ്യക്തികളിൽ സൂയിസൈഡ് എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ ഡീവിയൻസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വ്യക്തികളിലേക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, വ്യക്തികളെ ഉൾവലിയുന്നതിനോ അല്ലെങ്കിൽ വ്യക്തികളെ സമൂഹത്തെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിനോ കാരണമാകുന്നു എന്നുള്ളതാണ് തിയറി ഓഫ് അനോമിയിൽ പറയുന്നത്. അപ്പോൾ തിയറി ഓഫ് അനോമി പറയുന്നത് എന്താണ്,
നിലനിൽക്കുന്ന സാമൂഹ്യ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ മൂല്യങ്ങൾ സാധുതയില്ലാത്തതോ ദുർബലമായിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ആളുകൾ അല്ലെങ്കിൽ വ്യക്തികൾ എന്ത് ചെയ്യുന്നു? മാറ്റങ്ങൾ തേടി പോകുന്നു അല്ലെങ്കിൽ വ്യതിചലിക്കുന്നു. ഇതാണ് തിയറി ഓഫ് അനോമലി എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ഈ തിയറി ഓഫ് അനോമലി എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എമിലി ദുർക്കൈമാണ്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സ്ട്രക്ചറേഷൻ സ്ട്രെയിൻ തിയറി. സ്ട്രക്ചറേഷൻ സ്ട്രെയിൻ തിയറിയെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത് അല്ലെങ്കിൽ അത് മുന്നോട്ട് വെച്ചിരിക്കുന്നു റോബർട്ട് കെ മേർട്ടൺ ആണ്. അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് സാംസ്കാരിക ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിരിമുറുക്കങ്ങളെയും അവയുടെ നേട്ടങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ള തിയറിയാണ് സ്ട്രക്ചറൽ സ്ട്രെയിൻ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ സ്ട്രെയിൻ തിയറി എന്താണ് പറയുന്നത്? സാംസ്കാരിക ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന പിരിമുറുക്കങ്ങളെയും അവയുടെ നേട്ടങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ തിയറി പ്രധാനമായിട്ട് പറയുന്നത് ഇതാണ്: സമൂഹത്തിന്റെ മാർഗങ്ങളും ലക്ഷ്യങ്ങളും പരസ്പര ബന്ധപ്പെടാതാകുമ്പോൾ, അതായത് സമൂഹം കൽപ്പിക്കുന്ന മാർഗങ്ങളും വ്യക്തികളുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും തമ്മിൽ വിപരീത സ്വഭാവം ഉണ്ടാവുന്ന സമയത്ത് ഡീവിയൻസ്, ആളുകൾക്കിടയിൽ ഒരു സമ്മർദ്ദം ഉണ്ടാകുകയും അത് ആളുകളിൽ വ്യതിചലിക്കുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. അതായത് സ്ട്രക്ചറേഷൻ തിയറി നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? ആളുകൾ സാംസ്കാരിക ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതായത് നമ്മുടെ സമൂഹം കൽപ്പിക്കുന്ന ലക്ഷ്യങ്ങളും മാർഗങ്ങളും ഉണ്ട്. അപ്പൊ അതിലുണ്ടാവുന്ന പിരിമുറുക്കങ്ങളും അതുവഴി മനുഷ്യനുണ്ടാവുന്ന നേട്ടങ്ങളെയും കുറിച്ച് പരാമർശിക്കുന്ന തിയറിയാണ് സ്ട്രക്ചറേഷൻ സ്ട്രെയിൻ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഈ തിയറി പറയുന്നത് ഇതിൽ എങ്ങനെ ഡീവിയേഷൻ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമൂഹം കൽപ്പിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളും മാർഗങ്ങളും അല്ലെങ്കിൽ മാർഗങ്ങളും ലക്ഷ്യങ്ങളും തമ്മിൽ പരസ്പര വിരുദ്ധമാവുമ്പോൾ ആളുകൾക്ക് അത് അംഗീകരിക്കാനായിട്ട് കഴിയില്ല. ആ സമയത്ത് ചെയ്യുന്ന ആളുകൾ അതിനെ വയലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആളുകൾ പുതിയ സൊല്യൂഷൻസോ അല്ലെങ്കിൽ പുതിയ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ പുതിയ മാർഗങ്ങളോ തേടിക്കും. അത് എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്ന വ്യവസ്ഥിതിയിൽ നിന്ന് പിന്തിരിയുന്നതിനോ അല്ലെങ്കിൽ വ്യവസ്ഥിതിയെ അംഗീകരിക്കുന്നതിനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ദിശമാറി പോകുന്നതിന് കാരണമാകുന്നു. അത് ഡീവിയേഷന് കാരണമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന തിയറിയാണ് ലേബലിംഗ് തിയറി. അപ്പോൾ ലേബലിംഗ് തിയറി പറയുന്നത് ലേബലിംഗ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹവാർഡ് എസ് ബെക്കർ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു പെരുമാറ്റത്തിന് അല്ലെങ്കിൽ ഈ ഡീവിയൻസ് എന്ന് പറയുന്ന പെരുമാറ്റത്തിന് പോലും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പെരുമാറ്റത്തിന് പേര് അല്ലെങ്കിൽ അതിനൊരു ക്രിമിനൽ സ്വഭാവം നൽകുന്നത് പെർട്ടിക്കുലർ അതോറിറ്റീസ് ആണെന്നാണ് അദ്ദേഹം നൽകുന്നത്. അതായത് നമ്മുടെ ഈ ഉദാഹരണത്തിൽ ഒരു വ്യക്തി സമൂഹം കൽപ്പിക്കുന്ന മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അദ്ദേഹത്തെ വിളിക്കുന്ന പേര് നൽകുന്നത്, അദ്ദേഹത്തിന് ഒരു പേര് നൽകുന്നത്. അപ്പൊ ഉദാഹരണം പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. അപ്പോൾ ആ പേര് നൽകുന്നത് നമ്മൾ നിലനിൽക്കുന്ന അധികാര വ്യവസ്ഥയാണ് അല്ലെങ്കിൽ ജുഡീഷ്യൽ സിസ്റ്റം ആണ് എന്നുള്ളതാണ് ഹവാർഡ് എസ് ബെക്കർ അഭിപ്രായപ്പെടുന്നത്. ഉദാഹരണം, ഒരാള് മോഷണം എന്ന് നടത്തുന്ന പെരുമാറ്റമാണ് അല്ലെ, അതൊരു ഡീവിയൻസ് ബിഹേവിയർ ആണ്. അപ്പൊ ആ ബിഹേവിയറിന് അല്ലെങ്കിൽ ഒരു മോഷണം നടത്തുന്ന സമയത്ത് വ്യക്തിക്ക് നൽകുന്ന കള്ളൻ എന്ന് പറയുന്ന പേര്, ആ നൽകുന്ന പേര് ഒരു ജുഡീഷ്യറിയൽ നെയിമിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു നിലനിൽക്കുന്ന വളരെ പ്രബലമായിട്ടുള്ള ഒരു അധികാര വ്യവസ്ഥ നൽകുന്ന പേരാണ് അതെന്നാണ്, അല്ലെങ്കിൽ ഒരു ലേബലിംഗ് ആണ് ഡീവിയൻസ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പെരുമാറ്റത്തിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡീവിയൻസ് ക്യാരക്ടറിനെ നമ്മൾ ചെയ്യുന്ന പലതരത്തിലുള്ള ഡീവിയൻസ് സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ആ ഡീവിയൻസിന് ഓരോ പെരുമാറ്റത്തിനും ഓരോ പേര് നൽകുന്നത് നിലനിൽക്കുന്ന ജുഡീഷ്യറി സിസ്റ്റം ആണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ജുഡീഷ്യറി അല്ലെങ്കിൽ ഒരു അധികാര വ്യവസ്ഥയാണ്, സമൂഹത്തിലുള്ള അധികാര സമൂഹമാണ് അതിന് ലേബലിംഗ് അല്ലെങ്കിൽ പേര് നൽകപ്പെടുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് ഉദാഹരണം നമ്മൾ പറയുന്ന ക്രിമിനൽ കുറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ, അതൊരു ഡീവിയൻസ് ആണ്, സൊസൈറ്റിയിൽ സ്വാഭാവികമായി നടക്കുന്നത് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു ഡീവിയൻസ് ആണ്. പക്ഷെ അതിന് നമ്മൾ ക്രിമിനൽസിനെ തന്നെ നമ്മൾ പല ക്രിമിനൽ കുറ്റങ്ങളായിട്ട് നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അതിനൊരു ലേബലിംഗ് നൽകിയിട്ടുള്ളതാണ്, ഒരു അധികാര വ്യവസ്ഥ അതിന് നൽകിയിട്ടുള്ള ലേബൽ കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ട് രണ്ട് തരത്തിലുള്ള നിയമങ്ങൾ വരുന്നുണ്ട്. എന്താണ് കുറ്റങ്ങൾ വരുന്നുണ്ട്, ഒന്ന് സിവിലും ക്രിമിനലും എന്ന് നടക്കുന്നതുകൊണ്ടാണ് അത് സമൂഹം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ അധികാര വ്യവസ്ഥ നൽകിയിട്ടുള്ള നാമനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പേരുകളാണ്. അതിൻ പ്രകാരമാണ് നമ്മൾ ഡീവിയൻസിനെ പഠിക്കുന്നത് എന്നാണ്. അല്ലെങ്കിൽ ഡീവിയൻസ് എന്നുള്ളത് ഒരു അധികാര വ്യവസ്ഥ നൽകുന്ന പേരിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു ലേബലിംഗ് അല്ലെങ്കിൽ അതൊരു അധികാര വ്യവസ്ഥ നമ്മളുടെ പെരുമാറ്റങ്ങൾക്ക് ലേബലിംഗ് നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഡീവിയൻസുകൾക്ക് പല പേരുകളും നൽകുന്നു എന്ന് പറയുന്നത്. ഉദാഹരണം, മോഷണം നടത്തുന്നു എന്ന് പറയുന്നത്
ഒരു പെരുമാറ്റമാണ്. അപ്പൊ ആ പെരുമാറ്റ രീതിയിൽ ആ പെരുമാറ്റം ചെയ്യുന്ന ആളെ കള്ളൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു ജുഡീഷ്യറിയൽ നെയിം ആണ്, അല്ലെങ്കിൽ ഒരു അധികാര വ്യവസ്ഥ നൽകുന്ന പേരാണ് എന്നാണ് അദ്ദേഹം പൊതുവിൽ പറയുന്നത്. അപ്പൊ ഇത് അധികാര ഘടനയെ ആശ്രയിച്ചാണ് എന്തിരിക്കുന്നത്, ഈ ലേബലിംഗ് നിലനിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സമൂഹത്തിലെ വളരെ പ്രബലമായിട്ടുള്ള ഒരു സംഘം തങ്ങൾക്ക് കീഴിലുള്ള, അതായത് ദുർബലമായിട്ടുള്ള ഒരു സമൂഹത്തിന് മേൽ നടത്തുന്ന അധികാര പ്രയോഗം എന്ന രീതിയിലാണ് അദ്ദേഹം ലേബലിംഗ് തിയറിയെ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ സൈദ്ധാന്തികപരമായിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ്സ് പഠിക്കുന്ന സമയത്ത് ഡീവിയൻസിൽ പറയുന്നത്. ആദ്യം നമ്മൾ പഠിച്ച തിയറിയാണ് തിയറി ഓഫ് അനോമി കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എമിലി ദുർക്കheim ആണ്. രണ്ടാമത് നമ്മൾ പഠിച്ച തിയറിയാണ് സ്ട്രക്ചറൽ സ്ട്രെയിൻ തിയറി. ആ തിയറി മുന്നോട്ട് വയ്ക്കുന്നത് റോബർട്ട് കെ മെർട്ടൺ ആണ്. മൂന്നാമത് നമ്മൾ പഠിച്ച തിയറിയാണ് ലേബലിംഗ് തിയറി മുന്നോട്ട് വെച്ചത് ഹവാർഡ് എസ് ബെക്കർ ആണ്. ഇത്രയും 3 തിയറികളാണ് നമ്മൾ ഡീവിയൻസിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡീവിയൻസ് ആൻഡ് സോഷ്യൽ കൺട്രോൾ. സാമൂഹ്യ വ്യതിയാനവും അല്ലെങ്കിൽ വ്യതിയാനവും സാമൂഹ്യ നിയന്ത്രണവും തമ്മിലുള്ളതാണ്. അപ്പോൾ അതെന്താണ്, നിയമങ്ങൾ അനുസരിക്കുന്നതിന് സമൂഹം കൽപ്പിക്കുന്ന മാനദണ്ഡം എന്താണ്, അല്ലെങ്കിൽ സമൂഹം കൽപ്പിക്കുന്ന ഒന്നാണ് സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത്. ഇത് സോഷ്യലൈസേഷന്റെ ഭാഗമാണ്. സ്വാഭാവികമായിട്ടും എന്താണ്, ഓരോ വ്യക്തിയുടെയും പെരുമാറ്റങ്ങളെ സമൂഹം നിർവചിക്കുന്നുണ്ട്. അപ്പൊ അത് സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോൾ എന്തിനെ നിയന്ത്രിക്കുന്നുണ്ട്, ഡീവിയൻസിൽ നിന്നും സമൂഹത്തെ ആളുകളെ പിന്തിരിയുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ഡീവിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിലനിൽക്കുന്ന സാമൂഹികപരമായിട്ടുള്ള വ്യവസ്ഥിതികളിൽ നിന്നുള്ള പിന്തിരിയൽ അല്ലെങ്കിൽ ദിശമാറലാണ് ഡീവിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡീവിയൻസിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിയന്ത്രിച്ചുകൊണ്ട് സമൂഹത്തിലെ വ്യക്തികളെ ഒരു യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു നിയന്ത്രിച്ചുകൊണ്ട് സമൂഹത്തിന്റെ പ്രവർത്തനത്തെ, അതായത് നമ്മൾ പറഞ്ഞ മികച്ച അല്ലെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ആവശ്യമാണ്, സോഷ്യൽ കൺട്രോൾ ആവശ്യമാണ്. ആ സോഷ്യൽ കൺട്രോൾ എന്തിനാണ് നിലനിൽക്കുന്നത്, ഡീവിയൻസിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ലാസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്ന് ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ല, ഇന്ന് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്ത വിഷയങ്ങൾ, കോൺസെപ്റ്റുകൾ ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ബ്ലോഗുമായിട്ട് നമുക്ക് കാണാം.